ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കോവയ്ക്ക തോരൻ വെക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഇവിടെ വീട്ടിലുണ്ടായ കോവയ്ക്ക തന്നെയാണ്. അപ്പോൾ അത് പറിച്ചെടുത്ത് കൊണ്ടുവന്ന് നന്നായി കഴുകിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഉണ്ടല്ലോ, ആ ഞെട്ട് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് നമുക്കിങ്ങനെ നാലായിട്ട് മുറിക്കാം കേട്ടോ. നാലായിട്ട് മുറിച്ചതിന് ശേഷം ചെറുതാക്കി ഇങ്ങനെ കുരുകുരുന്നൻ അരിയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ തോരൻ വയ്ക്കുമ്പോൾ സാധാരണ പല രീതിയിലും അരിയണ കണ്ടിട്ടുണ്ട്. ചിലവരിങ്ങനെ നീളത്തിന് അരിയാനുണ്ട്, ചിലവർ തനി വെറുതെ വട്ടത്തിന് ഇങ്ങനെ ചെറുതാക്കി അരിയാണ്ട് നേരെ വട്ടനെ റൗണ്ടാക്കിയിട്ട് അങ്ങനെ അരിയണ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ തോരൻ വയ്ക്കുമ്പോൾ ഇങ്ങനെ ചെറുതാക്കി അരിയണതാണ് കേട്ടോ ഇഷ്ടം. വേണ്ടത് കുറച്ച് ചുവന്നുള്ളി, അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പില, അതുപോലെ 2 പച്ചമുളക്. ഈ പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ 2 എടുത്തിരിക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾ എരിവില്ലാത്ത മുളകാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എടുക്കണേ. അപ്പോൾ അതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് ഒന്ന് പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒന്ന് കാഞ്ഞ് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ചുവന്നുള്ളിയൊക്കെ ഏതാണ്ട് മൂത്തിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പച്ചമുളക് ഉണ്ടല്ലോ, അരിഞ്ഞു വെച്ച പച്ചമുളക് അതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ പച്ചമുളകിനെയും നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ പച്ചമുളക് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതും ഒന്ന് പച്ചമണം മാറുന്ന വരെ തീ സിമ്മിലിട്ട് വേണേൽ ചെയ്യണേ, ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറട്ടെ കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ച കോവയ്ക്കുണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചീശെ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊണ്ടുവരണേ. പിന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ തീ ഇങ്ങനെ സിമ്മിൽ ഇടണ്ട കേട്ടോ. അത് ഇട്ടതിന് ശേഷം കോവയ്ക്കല്ലാതെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് തീ കുറച്ചൊന്ന് ഫുള്ളിലല്ല ഇട്ട് കൊടുക്കാം, കുറച്ച് നേരത്തേക്ക്, അതായത് ഒരു മിനിറ്റ് നേരം ഫുള്ളിലിട്ടോട്ടെ കേട്ടോ. ഇതിന് നന്നായിട്ട് വെള്ളമുണ്ടേ കോവയ്ക്ക് ഇത്രയും ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ സിമ്മിലിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആകെ വെള്ളം പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ 1 മിനിറ്റ് നേരം ഫുള്ളിലിട്ടിട്ട് ഒന്ന് ഇളക്കുക. അതിന് ശേഷം ഇങ്ങനെ പൊത്തി വെച്ചിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് നല്ല സിമ്മിലല്ല, കുറച്ച് സിമ്മിലാക്കിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. എന്നിട്ട് വേവിക്കാം. പിന്നെ ഇതുപോലെ അങ്ങനെ വെച്ച് തന്നെ പോവല്ലേ കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് വന്ന് നോക്കണേ.
പിന്നെ ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്നുകൂടി തീ നന്നായി കുറച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കോവയ്ക്ക് ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനി അധികം വേവിക്കേണ്ട. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് 2 പിടുത്തം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് തീ സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അത് 1 മിനിറ്റ് നേരം വേവിക്കാൻ വെച്ചാൽ മതി. നന്നായി വെന്ത് കുഴയേണ്ട ആവശ്യമില്ല കേട്ടോ. കോവയ്ക്ക പിന്നെ മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഉപ്പ് കുറവ് പോലെ തോന്നുന്നു. എരിവ് കറക്റ്റാട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി നന്നായിട്ട് ഇളക്കി തീ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. വേവൊക്കെ കറക്റ്റാട്ടോ. ഇപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോഴും ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പും കറക്റ്റാട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.